നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അനീഷ് ഗിരിയും അരവിന്ദ് ചിദംബരവും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ അനീഷ് ഗിരി വൈറ്റ് സൈഡും അരവിന്ദ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് C4 മൂവ് കൊണ്ട് ക്വീൻസ് ഗാംബിറ്റ് സെലക്ട് ചെയ്യുന്നു. E6 മൂവ് കൊണ്ട് ബ്ലാക്ക് അത് ഡിക്ലൈൻ ചെയ്യുന്നു. വൈറ്റും ഇപ്പോൾ ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം വൈറ്റ് പോണ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോണ വെച്ച് തിരിച്ചിട്ടുന്നു. അടുത്തായി വൈറ്റ് ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് E3 മൂവ് കൊണ്ട് ബിഷപ്പിന്റെയും ക്വീനിന്റെ ഡയഗണലുകൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നതാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ കാസ്ലിംഗ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ F5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് വേഗം ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആദ്യം നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ശേഷം നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. പകരം G4ലേക്ക് മൂവ് കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതുണ്ടാകും. വൈറ്റ് ഇവിടെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല. പകരം ക്വീനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്ത നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം വൈറ്റ് H3 മൂവ് കൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിന്റെ ഈ H4ലെ നൈറ്റിനെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു ഡിസ്കവർ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് നൈറ്റിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇങ്ങനൊരു നൈറ്റ് എക്സ്ചേഞ്ചിലൂടെ ബ്ലാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. വൈറ്റ് ഇപ്പോൾ ഈ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചൊട്ടുകയാണെങ്കിൽ വൈറ്റിനിവിടെ ഒരു പോൺ ലാഭം കിട്ടുമെങ്കിലും പിന്നീട് കാസിൽ ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ബിഷപ്പിനെ B4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഒന്നുകിൽ കിങ്ങിനെ മൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. രണ്ട് തന്നെ ആയാലും വൈറ്റിനിവിടെ കാസിൽ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും. ഇങ്ങനൊരു ഉദ്ദേശത്തിലൂടെയാണ് ബ്ലാക്ക് ഇപ്പോൾ ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നതോടൊപ്പം കാസ്റ്റിനുള്ള സൗകര്യവും ഉണ്ടാക്കുന്നു. ഇതോടെ ആ നൈറ്റിനെതിരെ 3 അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാലും ബ്ലാക്ക് ഇപ്പോൾ ഒരു നൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. F5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിനെ കാസ്റ്റിംഗ് ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ കാസ്റ്റിംഗ് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ H2ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്ത ശേഷം വൈറ്റും കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് അറ്റാക്കുള്ള നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് A5 മൂവ് ചെയ്ത ശേഷം വൈറ്റ് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടൊന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടുന്നു. ഇതോടെ ബ്ലാക്കിന്റെ കിങ്ങുള്ള ഈ പ്രധാനപ്പെട്ട ഡയഗണലിലേക്ക് വൈറ്റിനെ ബിഷപ്പ് വെച്ച് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് വേഗം അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ക്വീനെ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് റൂക്കിനെയും ക്വീനെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ബ്ലാക്കിനും നൈറ്റിനും ഈ F2 സ്കോറിലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ട്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പും നൈറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ F5 ഓപ്പൺ ചെയ്യാൻ ബ്ലാക്കിന് അവസരം കിട്ടും. അതുകൊണ്ട് F3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ D6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ക്വീനും ബിഷപ്പും ഉള്ള ഈ ഡയഗണൽ പകുതി ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ആ ഡയഗണൽ പൂർണ്ണമായും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. G4 മൂവ് ചെയ്തുകൊണ്ട് F5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ആ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ E7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവന്ന് F5 പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കിങ്സിലേക്ക് ഒരു അറ്റാക്കിന് റെഡിയായി നിൽക്കുകയാണ്. ഈ A1ലെ റൂക്ക് മാത്രമാണ് ആക്റ്റീവ് അല്ലാതെ ഉള്ളത്. വൈറ്റ് ആ റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് ഉണ്ട്. ബ്ലാക്ക് നൈറ്റിനെ F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ തിരിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ കിങ് സൈഡ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുമെങ്കിലും വൈറ്റിന് ഇവിടെ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ H3യിലുള്ള ബാക്ക്വേർഡ് പോണിനും ഈ നൈറ്റിനും സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. ആ ഒരു വീക്ക്നെസ് ബ്ലാക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്.
ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിന് ഈ പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കാനേ ഉള്ളൂ. ക്വീനെ H2ലേക്ക് കൊണ്ടുവന്നാൽ മതി. എന്നാൽ ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീൻ ഇവിടെ വളരെ നല്ലൊരു സ്ക്വയറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ക്വീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല. പകരം കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്കുള്ള രണ്ട് കരികളെയും സപ്പോർട്ട് ചെയ്യുന്നു. ഇത് വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് ബ്ലാക്ക് വളരെ വേഗത്തിൽ തിരിച്ചറിയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വളരെ ശക്തമായൊരു അറ്റാക്കിന് സാധ്യത കിട്ടുന്നതിന് വേണ്ടി ബ്ലാക്ക് ഇവിടെ ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ആ നൈറ്റിനെ H3 സ്കോറിലേക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി ആ നൈറ്റിൻ്റെ സഹായത്തോടെ ക്വീന് വെച്ച് H3ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഇവിടെ ഒരു സംശയം തോന്നാം. ഇപ്പോൾ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നതിന് പകരം ഈ പോൺ വെച്ച് പോയിന്റ് എടുത്തിരുന്നെങ്കിൽ അതേ അറ്റാക്ക് തന്നെ കൊടുക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ആദ്യം തന്നെ പോൺ വെച്ച് പോയിന്റ് ആണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് തിരിച്ചോട്ടാം. അപ്പോൾ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഇങ്ങനെ അറ്റാക്ക് വീണ്ടും കൊടുത്താലും വൈറ്റിന് റൂക്കിനെ H1ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെതിരെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഇത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഈ നൈറ്റും ഈ പോണും ഇവിടെ ഉള്ളത് കാരണം റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം തന്നെ പോൺ വെച്ച് പൊട്ടുന്നതിന് പകരം ബ്ലാക്ക് ഇവിടെ ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് H3ലെ പോണെതിരെ അറ്റാക്ക് കൊടുക്കാം. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനായിട്ട് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ചിനെ തിരിച്ചൊട്ടിക്കൊണ്ട് അടുത്ത റൂക്കിനെ അതേ സ്കോറിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഈ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് റൂക്കിനെ H1ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ റൂക്ക് വെച്ച് ഈ F3ലേക്ക് കൊണ്ടുവന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ റൂക്കിനെ F3ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാം. അല്ലാതെ ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചു കെട്ടാം. അതിനുശേഷമാണ് റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ F3ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാനും ആ റൂക്കിനെ കൂടെ നേടിയെടുക്കാനും അവസരം കിട്ടും. ഇങ്ങനെയുള്ള എല്ലാ വേരിയേഷൻസും കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് ബ്ലാക്ക് ഇവിടെ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ H3ലേക്ക് അറ്റാക്ക് ആണെങ്കിലും ഈ സാക്രിഫൈസിൻ്റെ പ്രധാന ഉദ്ദേശം ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ H1ലേക്ക് കൊണ്ടുവന്ന് H3ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും ഒരു മികച്ച മൂവ് വരെയാണ്. D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ D4 മൂവോടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്നാമത്തത് E3ലെ പോണെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കാം. ഈ പോണിന് ഇങ്ങോട്ടേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം E4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇങ്ങോട്ടേക്ക് നിന്ന് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ആദ്യം പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ഈ H3 സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ കഴിയും. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുത്താലും ക്വീന് വെച്ച് G4ൽ പോൺ എടുക്കാം. ഇപ്പോൾ F4ലെ പോണെതിരെ രണ്ട് പീസിൽ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ഈ നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആകും. ഇവിടെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉള്ളത് കാരണം ഈ റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അടുത്ത റൂക്കിനെ F1ലേക്ക് കൊണ്ടുവരികയാണെങ്കിലും നൈറ്റിനെ H3ലേക്ക് കൊണ്ടുവന്ന് ആ പോണെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാനും F5 ഓപ്പൺ ചെയ്യാനും ബ്ലാക്കിന് സാധിക്കും. ഇങ്ങനെ വളരെയധികം ഉദ്ദേശങ്ങളോടുകൂടിയാണ് ബ്ലാക്ക് ഇപ്പോൾ ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോൺ വെച്ച് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം ഏത് സമയവും അപകടകരമായിട്ട് മാറാൻ സാധ്യതയുള്ള ഈ നൈറ്റിനെ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ തന്നെ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഈ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ പോണിനടുത്ത് ഒഴിവാക്കുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് തിരിച്ചിട്ടാണെങ്കിൽ F4 മൂവ് കൊണ്ട് ഇങ്ങനൊരു ഫോർക്ക് വരും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ആദ്യം ആ പോണിനടുത്ത് ഒഴിവാക്കുകയാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം റൂക്ക് വെച്ച് E3ലെ പോണോട്ട് എടുക്കുന്നു. ഇപ്പോഴും അതേ ഫോർക്കിനുള്ള അവസരമുണ്ട്. ബ്ലാക്ക് അതിലേക്ക് തന്നെ പോയാണ്. F4 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. വൈറ്റ് ഇപ്പോൾ റൂക്കിനെ വേറെ എങ്ങനെയെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വെച്ച് ഒരു ചെക്കോട് കൂടി ആ നൈറ്റിനോട് എടുക്കാൻ കഴിയും. അതുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ റൂക്കിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് ആ നൈറ്റിനെ എടുക്കുന്നു.
ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കും കിങ്ങും ഒരേ ഡയഗണലിലാണുള്ളത്. ബിഷപ്പ് വെച്ച് ഇങ്ങനൊരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് വൈറ്റ് അത് തടയാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് റൂക്കിനോട്ടുന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ F4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ അറ്റാക്കിൽ മാറ്റാണ്. ക്വീനെ D3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ പോസ്റ്റതിന് ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ വളരെ മികച്ച രീതിയിൽ ഒരു പിൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനോട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണെങ്കിലും വൈറ്റിന് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് D5ലേക്ക് വന്ന് ഇങ്ങനൊരു പിൻ വരുന്നതോടെ വൈറ്റിന് ക്വീൻ നഷ്ടപ്പെടാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വൈറ്റ് ഇപ്പോൾ ക്വീന് വെച്ച് റൂക്കിനെ എടുക്കുന്നില്ല. ആദ്യം ക്വീനെ D8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്ത ശേഷം കിങ് ഉപയോഗിച്ച് റൂക്കിനോട് എടുക്കുന്നു. ഇനി ഇവിടെ ക്വീന് വെച്ച് ഒരു ഫോർക്കും ചെക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനുമ്പായിട്ട് ബ്ലാക്ക് ചെക്ക് കൊടുക്കുകയാണ്. ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. വൈറ്റ് കിങ്ങിനെ E3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ തന്നെ ബിഷപ്പ് വെച്ച് റൂക്കിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ക്വീന് വെച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെക്കുകൾ കൊടുക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനോട് എടുക്കുന്നില്ല. ആദ്യം ക്വീനെ E4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ചെക്കുകൾ കൊടുത്തുകൊണ്ട് ഈ F6ലെ കൺട്രോളിലൂടെ ക്വീന് വെച്ച് നേടുന്ന ശേഷം ബ്ലാക്ക് ബിഷപ്പ് വെച്ച് റൂക്കിനോട് എടുത്തോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. വൈറ്റ് ഇപ്പോൾ ക്വീനെ E7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ G6ലെ പോൺ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിന് അങ്ങോട്ടേക്ക് മാറാം. അല്ലാതെ ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണെങ്കിലും ബ്ലാക്കിന് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എങ്ങനെ ഇട്ടെടുത്താലും കിങ് വെച്ച് ആ പോണുകളെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഇനി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പാസ്ഡ് പോൺ ഉള്ളതുകൊണ്ടും ഒരു എക്സ്ട്രാ പീസ് ഉള്ളതുകൊണ്ടും ബ്ലാക്കിന് ഈസിയായിട്ട് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. അത് മനസ്സിലായിക്കൊണ്ടാണ് ഇവിടെ ബിഷപ്പ് വെച്ച് റൂക്കിനിട്ടപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്.